ഹൈഡ്രജനോളിസിസ് എന്ന് പറയുമ്പോൾ എന്താണ് വരിക, ഒരു കെമിക്കൽ റിയാക്ഷൻ അതിൽ ഒന്നെങ്കിൽ കാർബൺ ബോണ്ട് അല്ലെങ്കിൽ കാർബൺ ഏതെങ്കിലും ആയിട്ടുള്ള ബോണ്ട് സിംഗിൾ ബോണ്ടായിരിക്കും സാധാരണ അതിനെ ക്ലീവ് ചെയ്യാം. അതിനെ ക്ലീവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഹൈഡ്രജൻ ഉപയോഗിച്ചിട്ടാണ് ക്ലീവ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഹൈഡ്രജനോളിസിസ്. അപ്പോൾ ഇതിൽ ഹെട്രോആറ്റം എന്ന് പറയുന്നത് ഓക്സിജൻ ആവാം, നൈട്രജൻ ആവാം, സൾഫർ ആവാം. അപ്പോൾ നമ്മൾ CN ബോണ്ട്, CO ബോണ്ട്, CS ബോണ്ട് അതനുസരിച്ച് വേരി ചെയ്യും. ഇനി ഇതിനോട്ട് ക്ലോസ് ആയിട്ടുള്ളൊരു റിയാക്ഷനാണ് ഹൈഡ്രജനേഷൻ റിയാക്ഷൻ. അതായത് എന്താണ്, അതിലും ക്ലീവേജ് നടക്കാതെ ഹൈഡ്രജൻ ആഡ് ചെയ്യാണ് ചെയ്യുക. ഇതിൽ ക്ലീവേജ് നടക്കും, ഹൈഡ്രജനും ആഡ് ചെയ്യും. മറ്റേതിൽ ക്ലീവേജ് ഉണ്ടാവില്ല, ജസ്റ്റ് ആഡ് ആവുകയാണ് ചെയ്യുക. അപ്പോൾ ഇതിൽ നമ്മൾ ഹൈഡ്രജൻ ഗ്യാസായിട്ട് എടുത്തിട്ട് ഏതെങ്കിലും ഒരു കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിലാണ് ചെയ്യുക. സാധാരണയായിട്ട് എടുക്കുന്ന കാറ്റലിസ്റ്റ് പലേഡിയാണ്. അപ്പോൾ അതിലൊരു എക്സാമ്പിളാണ് കൊടുത്തിട്ടുള്ളത്. ഓർഗാനിക് സിന്തസിസിൽ ഹൈഡ്രജനോളിസിസ് നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഡീബെൻസൈലേഷൻ ആണ് അതിനൊരു എക്സാമ്പിൾ. അതിലെന്ത് വരും, ഇപ്പോൾ ബെൻസൈലേഷൻ എന്ന് പറയുമ്പോൾ അതിൽ ഒരു ഈതറാണുള്ളത്. അതിലൊരു സൈഡിൽ ആറും ഒരു സൈഡിൽ ബെൻസൈൽ പാർട്ട് വരുന്നൊരു ഭാഗം. അപ്പോൾ അതിൽ ഹൈഡ്രജൻ ഇടയിൽ ക്ലീവ് ചെയ്തിട്ട് ആറോ ഉള്ളൊരു ഭാഗം, ബെൻസൈലുള്ള വേറൊരു ഭാഗം, അങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ആ ബോണ്ട് അങ്ങോട്ട് ബ്രേക്ക് ചെയ്യുകയാണ് ചെയ്യുക. പിന്നെ അതിന് വേറൊരു എക്സാമ്പിളാണ് തയോകീറ്റാൾസിൻ്റെ എക്സാമ്പിൾ. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു ഈതറിനെ നമ്മൾ തയോൾ വെച്ചിട്ട് ട്രീറ്റ് ചെയ്യുക. അത് ട്രീറ്റ് ചെയ്തതിന് ശേഷം എന്ത് വരും, തയോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൾഫറുള്ള, അതായത് OH പകരം SH വരുന്നു, അതാണ് ഓൾ എന്ന് പറയുന്നത്. അപ്പോൾ തയോൾ വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ഇടയിൽ ഒരു തയോകീറ്റാൽ ഫോം ചെയ്യും. കീറ്റോണിൽ നിന്ന് തയോൾ വഴി ഒരു എന്താ പറയുക, പുതിയൊരു ഇൻ്റർമീഡിയറ്റ്, ഇതാണ് തയോകീറ്റാൽ. അത് നമ്മുടെ ഹൈഡ്രജൻ വെച്ചിട്ട് റാനിനിപ്പിൻ്റെ പ്രസൻസിൽ ഹൈഡ്രജനോളിസിസ് നടന്നിട്ട് എന്തുണ്ടാവും, ഒരു ആൽക്കെയിൻ ഉണ്ടാവും. അപ്പോൾ കീറ്റോണിൽ നിന്ന് ആൽക്കെയിൻ സാച്ചുറേറ്റഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്, ഈ റിയാക്ഷൻ ഉപയോഗിക്കുന്നു, ഹൈഡ്രജനോളിസിസ്. പിന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പറയേണ്ടത് അമീൻ്റെ കേസാണ്. അമീനുള്ള ഏതെങ്കിലും ബെൻസൈൽ റിങ്ങിൽ എന്ത് സംഭവിക്കും, നമ്മൾ ആദ്യത്തിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രജൻ ഏതെങ്കിലും കാറ്റലിസ്റ്റായിട്ട്, നമ്മൾ പലയിടം എടുത്തിട്ടുണ്ട്, കാറ്റലിസ്റ്റായിട്ട് റിയാക്ഷൻ നടന്നിട്ട് അത് തമ്മിൽ ഒന്നിച്ചിരിക്കും. അതാണ് വന്നിട്ട് എന്ത് ചെയ്യുക, മോളിക്യൂളിനെ അറ്റാക്ക് ചെയ്യുക. പലയുടെയും മെറ്റൽ കാറ്റലിസ്റ്റിലേക്ക് ഹൈഡ്രജൻ അബ്സോർബ് ചെയ്തിട്ട് ഉള്ള ഒരു അവസ്ഥയിലാണ് നമ്മുടെ റിയാക്റ്റൻറ്റിലേക്ക് വരിക. അപ്പോൾ എന്ത് സംഭവിക്കും, ഇപ്പോൾ നമ്മൾ മറ്റേ അരോമാറ്റിക് ആയിട്ടുള്ള കോമ്പൗണ്ട് എടുക്കുകയാണെങ്കിൽ നമുക്കതിൽ ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള അരോമാറ്റിക് റിങ് ഉണ്ട്. അപ്പോൾ അതിലേക്ക് കോർഡിനേഷൻ നടത്തും നമ്മുടെ ഈ കാറ്റലിസ്റ്റ് പ്ലസ് പലേഡിയം പ്ലസ് ഹൈഡ്രജൻ എന്ന് പറയുന്ന കാറ്റലിസ്റ്റ് ഇതിലേക്ക് കോർഡിനേറ്റ് കൊണ്ടുപോകുന്നത് സെൻറ്ററിലേക്ക് ഇങ്ങനെ വരും. അങ്ങനെ അടുത്ത സ്റ്റെപ്പിൽ എന്ത് സംഭവിക്കും, ഈ NR2 ആണ് ലീവ് ചെയ്യുന്ന ഗ്രൂപ്പ്, അതിലേക്ക് H2ൽ ഏതെങ്കിലും ഒരു H വന്ന് ഇടയിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് NHR2 ആയിട്ട് അത് ലീവ് ചെയ്ത് പോകും. ബാക്കി ഭാഗം ഹൈഡ്രജൻ മറ്റേ റിങ്ങിലേക്ക് അറ്റാച്ച് ചെയ്തിട്ട് പ്രൊഡക്റ്റ് ഉണ്ടാവും. അപ്പോൾ അതാണ് ഇതിൻ്റെ മെയിനായിട്ട് മെക്കാനിസം. അപ്പോൾ ഈ നമ്മുടെ പലേഡിയത്തിൻ്റെ അടുത്തേക്ക് അമീൻ്റെ ഗ്രൂപ്പിനെ കൊണ്ടുവന്നിട്ടാണ് നമ്മൾ റിയാക്ഷൻ നടത്താം. പിന്നെ കുറച്ച് എക്സാമ്പിൾസാണ് നിങ്ങൾ ഹൈഡ്രജനോളിസിസ് കാണിക്കുന്ന സമയത്ത് ഇങ്ങനെ ഇതിനിടയിൽ HH വരച്ചിട്ട് ക്ലീവ് ചെയ്യുന്ന പോലെ കാണിച്ചിട്ട് പ്രൊഡക്റ്റ് ചെയ്താൽ മതി. അമീനുള്ളത്, ഈതറുള്ളത്, അതുപോലെ ഹാലജൻ ഉള്ളത്, അങ്ങനെ 3 എക്സാമ്പിൾസാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ ഇതിൽ എക്സാമ്പിൾസ് വായിച്ച് നോക്കാം. പിന്നൊരു ഇതൊക്കെ വായിച്ച് നോക്കാം കേട്ടോ. പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, കുറച്ച് എക്സാമ്പിൾസ് എക്സ്ട്രാ ഉണ്ടെന്നുള്ളതാണ്. പിന്നെ ഇതിൽ ഒരെണ്ണം വെറൈറ്റി ആയിട്ടുള്ളത് ഈ പ്രൊപ്പൈൻ റിങ്ങിൻ്റെ ഹൈഡ്രജനോളിസിസ് ആണ്. അസിഡിക് മീഡിയത്തിൽ ഉപയോഗിക്കുന്ന സമയത്ത് സൈക്ലിക് ആയിട്ടുള്ളത് എന്തായി, വെറുതെ ഒരു ആൽക്കെയിനായിട്ട് മാറി. അതാണ് ഒരു എക്സാമ്പിൾ. പിന്നെ നിങ്ങൾ എക്സാമ്പിൾസ് എഴുതുക. പിന്നെ ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് മെക്കാനിസം റെപ്രസെൻറ്റ് ചെയ്യാം. രണ്ടും എഴുതിയ പോയിന്റ് എക്സ്ട്രാ കിട്ടും. അതായത് ആദ്യം പലേഡിയം ഹൈഡ്രജനായിട്ട് റിയാക്ട് ചെയ്തിട്ട് PDH2 എന്ന് പറയുന്ന കോംപ്ലക്സ് ഉണ്ടായി. അതിൽ നിന്ന് ആ PDH2ൽ നിന്ന് ഒരു ഹൈഡ്രജൻ പോയിട്ട് H+ ആയിട്ട് നിന്നു, ഒരു ഹൈഡ്രജൻ അവിടെ തന്നെ നിന്നു. എന്നിട്ട് ആ മൈനസ് ചാർജുള്ള PDH ആണ് നമ്മുടെ റിയാക്റ്റൻ്റായിട്ട് റിയാക്ഷനിൽ ഏർപ്പെടുക. അപ്പോൾ എന്ത് സംഭവിക്കും, ഒരു ഓക്സിജൻ ഇപ്പോൾ നമ്മൾ ഈതറാണല്ലോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു സൈഡിൽ ഓയുടെ ഒരു സൈഡിൽ പലേഡിയം മറ്റേ സൈഡിൽ ഹൈഡ്രജൻ, PDHൻ്റെ ഒരു സൈഡിൽ പലേഡിയം മറ്റേ സൈഡിൽ ഹൈഡ്രജൻ വന്നിട്ട് ആഡ് ആവും. എന്നിട്ട് ഒരു കോമ്പൗണ്ട് ORH ആയിട്ട് അപ്പോൾ തന്നെ റിലീസ് ചെയ്ത് പോകും. ഒരു പാർട്ട് അങ്ങനെ റിലീസ് ചെയ്ത് പോയി മറ്റേ പാർട്ടിലേക്ക് നേരത്തെ പോയ ഹൈഡ്രജൻ തിരിച്ച് വന്നിട്ട്
PdCH3 ഉണ്ടാവും, PdCH2 PDH ഉണ്ടാവും, അവസാനം പലേഡിയം അതിൽ നിന്ന് റിമൂവ് ആയിട്ട് PdCH3 എന്ന് പറയുന്ന കോമ്പൗണ്ട് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇങ്ങനെയും റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ച് എക്സ്ട്രാ നോട്ടുകൾ ആഡ് ചെയ്തെന്നുള്ളൂ. അപ്പോൾ 3 പോയിന്റ്സ് ആണ് വേണ്ടത്. ഒന്ന് അമീൻ്റെ ഹൈഡ്രജനോളിസിസ്, പിന്നെ ഈതറിൻ്റെ ബെൻസൈൽ ഈതറോ എസ്റ്ററോ അങ്ങനെ ഏതെങ്കിലും ഒരു ഈതറിൻ്റെ CO ബോണ്ട് വരുന്ന അല്ലെങ്കിൽ O ബോണ്ട് വരുന്ന ഹൈഡ്രജനോളിസിസ്, പിന്നെ എന്താണ് CX ബോണ്ടിൻ്റെ, അതായത് ഹാലജൻ്റെ ബോണ്ടിൽ വരുന്ന ഹൈഡ്രജനോളിസിസ്. ഇപ്പോൾ ഹാലജൻ്റെ ബോണ്ട് വരുന്ന സമയത്ത് ആ ഹാലജനാണ് റിമൂവ് ആവുക, അവിടെ ഹൈഡ്രജൻ വന്നിട്ട് ആഡ് ആവുകയാണ് ചെയ്യുക കേട്ടോ.